അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേട്ടിട്ട് നിങ്ങൾ പിന്നെ പോയിക്കോളി കേട്ടോ, ഇൻഷാ അല്ലാ. ഇപ്പോൾ കുറച്ചായിട്ട് പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വളരെ വലിയ ട്രെൻഡാണ് കുറച്ച് കാലങ്ങളായിട്ട്. പിന്നെ ആളുകൾ പാട്ട് പാടുകയാണ്, കുറച്ച് ആളുകൾ പാട്ട് പാടുന്നു, എന്നിട്ട് അത് ഭയങ്കര സംഭവമാക്കിയിട്ട് കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെയുള്ള കവിതകൾ, പാട്ടുകളൊക്കെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച, അതിനുശേഷം പിന്നെ വേറെ പാട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ആ പാട്ട് കഴിഞ്ഞ് അതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞ് ഓരോ ആഴ്ചയിൽ അല്ലെങ്കിൽ ഓരോ മാസം കൊണ്ട് ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് ഭയങ്കര സംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പാട്ട് കേട്ടോളി. ഞാൻ പാട്ട് കേൾക്കുന്ന ആളാണ്, ആസ്വദിക്കുന്ന ആളാണ്. പക്ഷേ അതിൻ്റെ പരിധി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കവിതകൾ, പാട്ടുകളൊക്കെ പണ്ട് അറേബ്യയിൽ 1500 കൊല്ലം മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രതിരോധിച്ച ഒരു രീതിയുണ്ട്. അതെന്താ ചോദിച്ചാൽ, ഖുർആനിൻ്റെ ആയത്തുകൾ, ഖുർആനിൻ്റെ വചനങ്ങൾ അവർക്ക് അങ്ങോട്ട് ഓതിക്കൊടുത്തു. അതോടെ കഴിഞ്ഞു ആ കവിതയുടെയും പാട്ടിൻ്റെയും ഒക്കെ ട്രെൻഡ്. 1500 കൊല്ലമായിട്ടും ആ ട്രെൻഡിനൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആ ട്രെൻഡിൻ്റെ കൂടങ്ങളുണ്ടെങ്കിൽ, ഖുർആനിൻ്റെ ട്രെൻഡിൻ്റെ കൂടങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്തിട്ട് ഒപ്പം കൂടിക്കോളി. ബാക്കിയുള്ള ആളുകൾക്ക് അയച്ചു കൊടുത്തോളി. നമുക്ക് ഇനി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഖുർആനിൻ്റെ ട്രെൻഡാണ്. ഫ്രം റെസിറ്റേഷൻ ടു ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഖുർആൻ ഓത മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ നിങ്ങൾ ആഴ്ചക്കാഴ്ചക്ക് ട്രെൻഡ് മാറ്റേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ചുണ്ടത്തുണ്ടായാൽ, അത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കൂടെ കൂടിക്കോളി. ട്രെൻഡിൻ്റെ കൂടെയല്ല, എന്നും നിലനിൽക്കുന്ന ട്രെൻഡിൻ്റെ കൂടെ, ഇൻഷാ അല്ലാഹ്.